കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ അവിടെ നിന്ന് പോയി യേശുവിനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചന നടത്തി. ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി. തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഓടിക്കുകയില്ല. പുകഞ്ഞ തിരികെടുത്തുകയില്ല. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ശാന്തസുന്ദരമായ ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മളെപ്പോഴും മുന്നോട്ട് പോവുക. അപ്രകാരമുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. വഴക്കും ബഹളവും വക്കാണവും ഒന്നും ഇല്ലാതെ ഏറ്റവും സ്നേഹത്തോടെ കൂട്ടായ്മയിലൊക്കെ ജീവിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ക്രിസ്തീയ ജീവിത ശൈലി എന്ന് പറയുന്നത് ഇപ്രകാരമുള്ളൊരു ജീവിതശൈലി, അതായത് ഏറ്റവും ശാന്തമായി സുന്ദരമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുനാഥൻ്റെ ഓരോ പ്രബോധനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരമുള്ളൊരു ജീവിത ശൈലിയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരോടും അനുഗമിക്കുന്നവരോടും ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനുമാണ്. അതായത് ഈശോയിൽ നിന്ന് പഠിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നൊരു കാര്യം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അതായത് ശാന്തതയും എളിമയും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ വേറൊരിടത്തും വേറെ ആരെയും നടക്കേണ്ട ആവശ്യമില്ല. എന്നിൽ നിന്ന് പഠിക്കുക. കാരണം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ രണ്ട് പുണ്യങ്ങൾ. അതായത് എന്നിൽ നിന്ന്, അത് ഈശോയുടെ ജീവിതം കണ്ടിട്ട് അതിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന ജീവിതമായിട്ടത് മാറണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇന്ന് ഈ ഒരു പുണ്യങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യത്തെ ഇന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുകയാണ്. ഈശോയുടെ സ്വഭാവം കണ്ടിട്ട് എപ്രകാരമാണ് ഈശോ ജീവിത സാഹചര്യങ്ങളെ നേരിട്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നൊരു വചനഭാഗമാണ്. വലത് കൈ ശോഷിച്ച ഒരു വ്യക്തിയെ ഈശോ സാബത്ത് ദിവസം സുഖപ്പെടുത്തി. അത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം സാബത്തിൽ അവർക്ക് കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഈശോയെ ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ കുറ്റം കണ്ടുപിടിക്കുവാനായി ഈശോയുടെ പുറകെ നടന്നിരുന്നവർക്കതൊരു വലിയൊരു അവസരമായിരുന്നു. അങ്ങനെ ഈശോയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഗൂഢാലോചന നടത്തുന്ന ഫരിസേയരും നിയമജ്ഞരും. അപ്പം അങ്ങനെ അവരുടെ ആ ഒരു ഹൃദയ വിചാരങ്ങളൊക്കെ മനസ്സിലാക്കിയ ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി എന്ന് വചനം പറയുന്നുണ്ട്. അവിടെ നിന്ന് പിൻവാങ്ങി, അതായത് അവരുടെ കൂട്ടത്തിൽ അവർക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഗൂഢാലോചന പൊളിക്കാനോ അവരുമായി തർക്കത്തിൽ ഏർപ്പെടാനോ ഒന്നിനും പോകുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നില്ല. അവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു ഈശോ. അതേസമയത്ത് ഈശോയുടെ ദൗത്യത്തിൽ നിന്ന് ഈശോ പിന്മാറി എന്ന് വചനം പറയുന്നില്ല. ഈശോയെ അനുഗമിച്ചവരുണ്ട്, ഈശോയുടെ കൂടെ നടന്നവരുണ്ട്. ചെന്ന് വന്നവർക്കെല്ലാം സൗഖ്യം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് തിരിച്ചയക്കുന്ന ഈശോയെ കാണാൻ പറ്റും. അതായത് തൻ്റെ ദൗത്യത്തിന് ഒരു വിരാമം ഇടുകയല്ല, മറിച്ച് അനാവശ്യമായ കലഹങ്ങൾ ബോധപൂർവം ഒഴിവാക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ പറ്റും. തൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവം ഏൽപ്പിച്ച ആ ഒരു വലിയ ദൗത്യം വളരെ മനോഹരമായി നിർവഹിക്കുകയും അതനുസരിച്ച് പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈശോയെ കാണാൻ പറ്റും. അതേസമയത്ത് അനാവശ്യമായി കലഹങ്ങളും വിവാദങ്ങളുമൊക്കെ ഒഴിവാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഈശോയെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും ഏതെങ്കിലും കലഹത്തിൻ്റെ ഒരു സാധ്യതയൊക്കെ അടുത്തോടെ പോയാൽ മതി, നമ്മളത് എണ്ണി വെച്ച് പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. ചിലപ്പോൾ
ചെറിയ ഒരു എളിമയോടെ ശാന്തതയോടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനെയൊക്കെ വളരെ വലുതാക്കി നമ്മുടെ ഉള്ള സമാധാനം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളുണ്ട്. അത് സമൂഹ ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മുടെ എന്തുകൊണ്ട് സഭയിൽ പോലും പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് വിവേകമെന്ന പുണ്യം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയൊരു കൃപയാണത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സോളമൻ രാജാവ് ദൈവത്തിൻ്റെ മുമ്പിൽ വരം ചോദിക്കുന്നു. ദൈവം ചോദിക്കുന്നുണ്ട്, എന്തു വരം വേണമെങ്കിലും ചോദിച്ചോ. അങ്ങനെ ഒരു അവസരം കൊടുക്കുമ്പോൾ സോളമൻ രാജാവ് പറയുന്നത്, കർത്താവേ, നിൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ട ആ ഒരു വലിയ കൃപ മതി. അതെന്താ? ദൈവിക ജ്ഞാനമാണ്. അത് ദൈവിക ജ്ഞാനം മാത്രം മതി എന്നാണ് സോളമൻ പറഞ്ഞത്. നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള വലിയ കൃപ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ പുണ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിന്ന് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. വീണ്ടും മത്തായി സുവിശേഷകൻ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത്, അതായത് ഈശോയെക്കുറിച്ച് പറയുന്നത്, യെശയ്യാ പ്രവാചകനിലൂടെ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും ഈശോ മിശിഹായിൽ പൂർത്തിയാകുന്നു എന്നുള്ള കാര്യം കൂടെ ഇന്ന് കൃത്യമായിട്ട് മത്തായി ശ്ലീഹ എടുത്തു പറയുകയാണ്. മത്തായി ശ്ലീഹ സുവിശേഷം എഴുതിയ സമയത്ത് അദ്ദേഹം വിചാരിച്ചിരുന്നത് അദ്ദേഹം ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം എഴുതുന്നതാണ്. അങ്ങനെയുള്ള ചിന്തയിൽ പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളും വരാനിരിക്കുന്നവനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും ഈശോയിൽ പൂർത്തിയാകുന്നതാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, പണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം ക്രിസ്തുവിൽ സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുമ്പോൾ അവരുടെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിന് മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയമമായിട്ട് മാറേണ്ടത് ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ, നിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പുണ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജീവിത സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളും ദൗത്യങ്ങളും മറന്നു പോകാതെ അതിൽ ഉറച്ചു നിൽക്കുവാനും അനാവശ്യമായ വിവാദ വിഷയങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വലിച്ചിഴയ്ക്കാതിരിക്കുവാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകവും നൽകണമേ എന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.